ആരോഗ്യരംഗത്തിൽ കഴിഞ്ഞ 20 കൊല്ലക്കാലത്ത് 15 കൊല്ലം കേരളത്തിന്റെ ആരോഗ്യമന്ത്രിമാരായിരുന്നവരുടെ പേരുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. 2016 മുതൽ 2006 മുതൽ 11 വരെ ശ്രീമതി ടീച്ചർ അല്ലേ അല്ലേ 2016 മുതൽ 21 വരെ ഷൈലജ ടീച്ചർ അല്ലേ 2021 മുതൽ ഇതാ 26 പൂർത്തിയാക്കുന്നത് വരെ വീണ ജോർജ്. അതായത് 2006 മുതൽ 2026 വരെയുള്ള കാലഘട്ടത്തിൽ 20 കൊല്ലക്കാലത്തിനിടയിൽ 15 കൊല്ലക്കാലം ഒരു വനിതയെ ആരോഗ്യരംഗം ഏൽപ്പിക്കണമെന്നും അതിനൊരു തുടർച്ച ഉണ്ടാകണമെന്നും അങ്ങനെ ഉണ്ടാകുന്ന ആരോഗ്യരംഗം അമ്മമാരുടെ മനസ്സറിയാൻ കഴിയുന്ന, സ്ത്രീകളുടെ മനസ്സറിയാൻ കഴിയുന്ന, അടുത്ത തലമുറയെ വാർത്തെടുക്കാൻ കഴിയുന്നത് ആർക്കെന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ എന്ന് ഉറപ്പുള്ള ഒരു പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ആശയത്തെ നിങ്ങൾ ആലോചിക്കണം. എന്നിട്ട് ആലോചിക്കണം UDFന്റെ ആരോഗ്യമന്ത്രി ആരായിരുന്നു എന്ന്. കഴിഞ്ഞ ടേമിൽ ആരോഗ്യമന്ത്രിയുടെ പേര് ഞാൻ പറഞ്ഞുതരാം, VS ശിവകുമാർ. കേസ് എത്രയാണെന്ന് ആലോചിക്കണം. എന്തിനാണെന്നറിയോ കേസ്? ഡിസ്പ്രപ്പോർഷനേറ്റ് അസറ്റ് കേസ് എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചത് 1-2 കോടിയല്ല, 500 കോടി, മിനിമം 500 കോടിയുടെ അഴിമതിയാണ് എന്ന് ഞാൻ വിളിച്ചു പറയുമ്പോൾ അതിന് ആധികാരികത കൂടുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. എന്നിട്ട് ഇടതുപക്ഷത്തിനെ പഠിപ്പിക്കാൻ എന്ത്? ആരോഗ്യത്തിനെ പറ്റിയും വിദ്യാഭ്യാസ രംഗത്തിനെ പറ്റിയുമുള്ള കാഴ്ചപ്പാടിനെ പറ്റി ഞാൻ അതിലേക്ക് പോകുന്നില്ല. അങ്ങനെയുള്ള ഈ നാടിനെ മാറ്റിയെടുക്കാൻ ഇടതുപക്ഷം കൊണ്ടുവരുന്ന നയങ്ങൾ നവകേരളം എന്ന് നമ്മൾ പേരിട്ട് വിളിച്ചു തുടങ്ങിയപ്പോൾ മുതൽ അവർക്ക് അസ്വസ്ഥതയാണ്. 100 വയസ്സ് ആഘോഷിക്കാൻ പോകുന്ന കേരളം 2056 ഈ കേരളത്തിന് 100 വയസ്സ് തികയുമെങ്കിൽ 2026 പോളിംഗ് ബൂത്തിലെത്തുന്ന ഓരോ മനുഷ്യനും ഓർക്കേണ്ടത് അടുത്ത 30 കൊല്ലത്തേക്ക് ഈ നാട് എങ്ങനെയാകണം എന്നുള്ളതിന്റെ ഉത്തരമാകണം വിരലിൽ പുരളുന്ന മഷി എന്നുള്ളത് തന്നെയാണ് എന്ന് നിങ്ങൾക്ക് അവരോട് പറയാൻ സാധിക്കണം. ഇല്ലെങ്കിൽ ചോദിക്കണം, എന്താണ് ബദൽ? ആര് നയിക്കും ഈ നാടിനെ? എങ്ങനെ കൊണ്ടുപോകും ഈ നാടിന്റെ കാഴ്ചപ്പാടിനെ എന്ന്? ഒരു ഉത്തരവുമില്ല.